വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ UCLൻ്റെ റൗണ്ട് ഓഫ് 16 തീരുമാനമായിട്ടുണ്ട്. 16 ടീമുകളും ഒരുങ്ങി കെട്ടി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ തമ്മിൽ കളിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രോ നടക്കാനുണ്ട്. അപ്പം അതാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ മാച്ചുകളിലേക്ക് വരുന്ന സമയത്ത് ഡോർട്ട്മുണ്ട് വേഴ്സസ് സ്പോർട്ടിംഗ് മാച്ചിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഡോർട്ട്മുണ്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് കളിച്ചു. മാച്ച് 0-0 അവസാനിച്ചെങ്കിൽ പോലും ഫസ്റ്റ് ലെഗിൽ അവർ 3 ഗോളിന് ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലീഡ് ഭയങ്കര നീറ്റായിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം അവർക്ക് ഒരുപാട് അറ്റാക്സ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല ചാൻസുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പലതും കൺവേർട്ട് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, അവർ ഓൾറെഡി 3 ഗോളിൻ്റെ ലീഡുണ്ട്. പിന്നെ ഇഞ്ചുറീസ് ഒന്നും വരാതെ നോക്കുക. അടുത്ത റൗണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. സോ അവർ നീറ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്തു, ഗോൾസ് ഒന്നും കൺസീഡ് ചെയ്തില്ല. അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡിൽ അത്യാവശ്യം കൺട്രോളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സ്പോർട്ടിങ് ഔട്ടായിരിക്കുകയാണ്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള മറ്റൊരു മാച്ച് ഏതാണ്? അത് യുവൻറ്റസ് വേഴ്സസ് PSV എയ്ന്തോവൻ മാച്ചാണ്. അപ്പം നമ്മൾ ഇന്നലെ കുറച്ച് അട്ടിമറികൾ ഓൾറെഡി കണ്ടതാണ്. ക്ലബ് ബ്രൂഹ് അറ്റ്ലാന്റിനെ തകർത്തുകൊണ്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെയ്നോട് AC മിലാനെ തോൽപ്പിച്ചുകൊണ്ട് കയറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ലിസ്റ്റിലേക്ക് അടുത്തതായിട്ട് വരുന്ന ടീം PSV എയ്ന്തോവനാണ്. അപ്പോൾ PSV ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ലീഡ് ഉണ്ടായിരുന്നത് നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് മാച്ച് ഡ്രോ ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഇവർ ലീഡ് എടുക്കുകയാണ്. PSV ലീഡ് എടുക്കുന്നു. പിന്നീട് യുവൻറ്റസ് അത് VAയിലൂടെ ഈക്വലൈസ് ചെയ്യുന്നു. ആൻഡ് 80 മിനിറ്റുകൾക്ക് ശേഷം PSV തിരിച്ചടിക്കുകയാണ്. അങ്ങനെ ഡ്രോയിലേക്ക് പോയ മാച്ച് പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിൽ വെച്ചിട്ടാണ് ആ ഒരു വിന്നിങ് ഗോള് ആരടിക്കുന്നത്? PSV എയ്ന്തോവൻ അടിക്കുന്നത്. ആ ഒരു ഗോളിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും അവിടെ ചേഞ്ച് കൊണ്ടുവന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബക്കയോക്കോൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പം ബക്കയോക്കോ വന്നതോടെ അവരുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്, 2 സൈഡിൽ കൂടെ കൂടുതൽ അറ്റാക്സ് വരാൻ തുടങ്ങി. അറിയാലോ, ആൾ ഒരു ഡയറക്റ്റ് അപ്രോച്ചുള്ള വിങ്ങറാണ്. സോ ആളുടെ ആ പേസും ആളുടെ ആ ഒരു ഡ്രിബ്ലിങ് എബിലിറ്റിയും ആളുടെ ബോൾ കൊടുക്കാനുള്ള എബിലിറ്റിയൊക്കെ കൃത്യമായിട്ട് അവരവിടെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ബക്കയോക്കോൻ്റെ ഒരു ക്രോസാണ് നമ്മളെ ഡിഫൻഡർ, യുവൻറ്റസിൻ്റെ ഡിഫൻഡർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ഇത് പോയത് പോസ്റ്റിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രിഗോറി സേവ് ചെയ്യും. അത് നേരെ വന്ന് വീണത് PSVൻ്റെ പ്ലെയർ അടുത്തേക്ക്, ആളത് ഗോളടിച്ചു. ശരിക്കും ഡിഫൻഡർ അവിടെ ഒന്നുകൂടി മെച്ചുവേർഡായിട്ട് കളിച്ചിട്ട് അത് പുറത്തോട്ട് ക്ലിയർ ചെയ്യണമായിരുന്നു, അല്ലാതെ വേറെ രക്ഷയില്ല. അത് പോസ്റ്റിലേക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗോൾ കീപ്പർ അവിടെ ഹെൽപ്ലെസ് ആണ്. കാരണം ഒരിക്കലും യുവൻറ്റസിൻ്റെ പ്ലെയറെ കാലുന്നത് പോസ്റ്റിലേക്ക് വരുന്ന കീപ്പർ വിചാരിക്കുന്നില്ല. അങ്ങനെ വന്നു. അൺലക്കി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അൺലക്കിയാണെന്ന് പറയാം യുവൻറ്റസ് ആ ഒരു മൊമെൻറ്റിൽ. പിന്നെ അവർക്ക് ഈക്വലൈസ് ചെയ്യാനുള്ള ചാൻസസ് തുറാമിനാണെങ്കിലും എല്ലാവർക്കും കിട്ടുന്നുണ്ട്, പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. പിന്നെ മിഡ്ഫീൽഡൊക്കെ ഭയങ്കര ശോകമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു. അടിപൊളിയായിട്ട് PSV എയ്ന്തോവൻ കളിക്കുന്നുണ്ട്. അവരുടെ അറ്റാക്സൊക്കെ ഭയങ്കര സൂപ്പർ ഡൈനാമിക് ആയിരുന്നു. അവരുടെ മിഡ്ഫീൽഡും അറ്റാക്കൊക്കെ നോക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് ഡിഫെൻഡും ചെയ്യുന്നുണ്ടായിരുന്നു. സോ വെൽ ഡിസർവിങ് വിക്ടറിയാണ് PSVക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഡച്ച് ടീമുകളുടെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാത്തൊരു UCL. കാരണം PSV കയറി, ഫെയ്നോർഡും കയറി. ഇവരൊക്കെ ഏതുവരെ പോകുന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തൊരു ഫിക്സ്ചർ നമുക്ക് സംസാരിക്കാനുള്ളത് റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി മാച്ചിനെ കുറിച്ചാണ്. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് ഡോമിനേഷൻ ബെർണാബൂവിൽ വെച്ചിട്ട്. ബെർണാബൂവിൽ ശരിക്കും മാൻ സിറ്റിനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കി രാജമോനും കൂട്ടരും. അതാണിപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് 11 നോക്കുന്ന സമയത്ത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്റ്റാർട്ടിംഗ് 11 റയലിൻ്റെത്. ഇപ്പോൾ നമ്മൾ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മെൻഡി ഉണ്ട്, അതേപോലെ റൈറ്റ് ബാക്കായിട്ട് വൽവേർഡെ ഉണ്ട്. പിന്നെ സെൻറ്റർ ബാക്കുകളുടെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ റൗൾ അസെൻസിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റൂഡിഗറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റൂഡിഗർ ആ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. കൂടെ ചൗമെനിനല്ല പിക്ക് ചെയ്യുന്നത്, റൗൾ അസെൻസിയോ. കറക്റ്റ് പിക്കാണ്. റൗൾ അസെൻസിയോനെ എന്തിന് പിക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ആൻസർ ആൾ ഗ്രൗണ്ടിൽ തന്നിട്ടുണ്ട്. വെൽ മെച്ചുവേർഡ് ആയിട്ടുള്ള പെർഫോമൻസ്. ഇത് ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്ക് ത്രൂ സീസണാണ്. ആൾ സ്റ്റാർട്ട് ചെയ്ത മാച്ചിലൊക്കെ സൂപ്പർ പെർഫോമൻസുകൾ തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അധികം വൈകാതെ ചിലപ്പോൾ ആൾ സ്റ്റാർട്ടർ ആവാം. കുറച്ചു കാലം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആൾ നെക്സ്റ്റ് സീസൺ വരുമ്പോൾ തഴയപ്പെടുന്നു. പക്ഷേ
അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. ആളെന്തായാലും ടീമിൽ ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്ന് കാണിക്കുന്ന പെർഫോമൻസാണ് ഈ ഒരു സീസണിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ പെർഫോമൻസുകൾ ആൾക്ക് തരാൻ പറ്റട്ടെ. അപ്പം ആളുടെ ആ ഒരു പാഷനും, ഇപ്പോൾ ഒരു ബോൾ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ആൾ മർമൂഷിനെ ടാക്കിൾ ചെയ്തിട്ട് ബോൾ വിൻ ചെയ്ത ശേഷമുള്ളൊരു ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു കിടിലൻ പെർഫോമൻസാണ് ഇന്നും നമ്മുടെ റൗൾ അസെൻസിയോ റയലിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. റൂഡിഗർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് വൽവേർഡെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സൂപ്പറാണ്, ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. മിഡ്ഫീൽഡിലിട്ടാലും റൈറ്റ് ബാക്കിലിട്ട് കഴിഞ്ഞാലും സൂപ്പർ പെർഫോമൻസുകൾ ആൾ തരും എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. അതാണ് വൽവേർഡേൻ്റെ ഒരു പ്രത്യേകത. അയ്യോ ഒരു മിഡ്ഫീൽഡറെ പിടിച്ച് റൈറ്റ് ബാക്കിലിട്ടു, എന്താവും, അവിടെ വൾണറബിൾ ആവും, അങ്ങനത്തെ ഒരു പേടിയേ വേണ്ട. കാരണം അത് വൽവേർഡെയാണ്, വേറൊരു പ്ലെയറല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയറെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ്. പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് ചൗമേനി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. കാരണം കൂടെ സെബയോസ് ഉണ്ട്. സെബയോസ് നല്ല രീതിക്ക് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ചൗമേനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറേ കൂടി ഈസിയാണ്. ചൗമേൻ്റെ 1-2 നല്ല ബോളുകൾ ഉണ്ടായിരുന്നു, എംബാപ്പയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലോങ് ബോൾസ്, അതൊക്കെ കിടിലനായിരുന്നു. ആൾ മിഡ്ഫീൽഡിൽ നിന്ന് കളി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സെബയോസ് ക്ലാസ് പെർഫോമൻസ് എഗെയിൻ പുറത്തെടുത്തിട്ടുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് ആറാട്ടമായിരുന്നു ശരിക്കും അവരുടെയൊക്കെ. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ റോഡ്രിഗോൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും, എംബാപ്പേൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും, വിനിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും, വിനി സൂപ്പറായിരുന്നു, റോഡ്രിഗോ അടിപൊളിയായിരുന്നു. പിന്നെ എംബാപ്പെ ഹാട്രിക്ക് അടിക്കുന്നുണ്ട്. അത് ഒരു വല്ലാത്ത ഹാട്രിക്കാണ്. ബെർണാബ്യൂവിൽ വെച്ചിട്ട് മാൻ സിറ്റിക്കെതിരെ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചിൽ ആൾ ഹാട്രിക്ക് അടിക്കുകയാണ്. ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഗോൾ റൗൾ അസെൻസിയോൻ്റെ ഒരു ലോങ് ബോളാണ്. അസെൻസിയോക്കൊരു എന്താ പറയുക, അസിസ്റ്റും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്ത് പറയണം. ഒരു രക്ഷയില്ലാത്ത ലോങ് ബോളായിരുന്നു. കറക്റ്റ് റണ്ണ് എംബാപ്പെ നടത്തുന്നു. എംബാപ്പേനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ അവിടെ റൂബൻ ഡിയാസിന് പറ്റുന്നില്ല. റൂബൻ ഡിയാസ് ഹെഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഫെയിലാവുന്നു. ബോൾ എംബാപ്പയിലേക്ക് എത്തുന്നു. എംബാപ്പെ പന്തിനെ നൈസായിട്ട് വലയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ടാണ് മറ്റേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. നല്ല ഗോളായിരുന്നു. അങ്ങനെ 3-ാം മിനിറ്റിൽ തന്നെ റയൽ ലീഡ് എടുക്കുകയാണ് ബെർണാബ്യൂവിൽ വെച്ചിട്ട്. അഗ്രിഗേറ്റ് സ്കോർ 4-2 എത്തുകയാണ്. പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് എഗെയിൻ 2 ഗോള് നമ്മുടെ എംബാപ്പേൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അത് തന്നെ രണ്ടാമത്തെ ഗോള് ഭയങ്കര രസമുള്ള ഗോളാണ്. ഫസ്റ്റ് ഒരു ബോൾ എവിടെ നിന്നാണ് വരുന്നത്? അത് ബെല്ലിംഗ്ഹാമിൻ്റെ കാലിൽ നിന്നാണ് വരുന്നത്. ബെല്ലിംഗ്ഹാമിൽ നിന്ന് വിനീഷ്യസിലേക്ക്. വിനീഷ്യസ് അത് ആർക്കാണ് കൊടുക്കുന്നത്? അത് റോഡ്രിഗോക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ പെട്ടെന്നൊരു മൊമെൻറ്റ്, അതായത് റോഡ്രിഗോയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ നമുക്ക് വളർത്തും. റോഡ്രിഗോയിലേക്ക് ബോൾ എത്തുന്നു, അതേസമയം അത് എംബാപ്പയിലേക്ക് എത്തുന്നു, എംബാപ്പെ അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പം അവിടെ ഇനി എന്ത് സംഭവിക്കും? ഇവരിതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? രണ്ടാളും കൂട്ടിമുട്ടും നമ്മൾ വിചാരിച്ചു. പക്ഷേ അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ കെമിസ്ട്രി ആ ഒരു സമയത്ത് പെർഫെക്റ്റ് ആയിരുന്നു. എംബാപ്പെ മുന്നോട്ട് റൺ ചെയ്യുന്നു, ബോൾ കൃത്യമായിട്ട് പിക്ക് ചെയ്ത റോഡ്രിഗോ അവിടെ ഗുസനോവിനെ നട്ട്മെഗ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇടുകയാണ്. അത് കറക്റ്റ് എംബാപ്പയിലേക്ക് എത്തുന്നു. എംബാപ്പെ ഒരാളെ ഒഴിവാക്കിയിട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ ഗോർഡിയോളിനെ അവിടെ കിടത്തിയിട്ട് എംബാപ്പെ അത് സ്കോർ ചെയ്യാണ്. അങ്ങനെ 2-0 ലീഡ് എടുക്കുന്നു. ആൻഡ് ഫൈനലി 3-ാമത്തെ ഗോളും എംബാപ്പെ അടിക്കുകയാണ്. അതും ഒരു കിടിലൻ ഗോളായിരുന്നു. എനിക്ക് തോന്നുന്നത് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്, സംശയമുണ്ട്. ആൾ കട്ടിങ് ചെയ്ത് കയറിയിട്ട് ഒരു കിടിലൻ ഷോട്ട് അടിക്കുന്നു. 3-0 ഡോമിനേറ്റിംഗ് വിക്ടറി. മാൻ സിറ്റി ചിത്രത്തിലേ ഇല്ല. മാൻ സിറ്റിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ക്ലൂ ഇല്ലാത്തൊരു പൊസിഷനിലാണ് മർമൂഷ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഗുസനോവിനൊക്കെ എല്ലാവരും കൂടി അലക്കി വിട്ടു. മിഡ്ഫീൽഡ് പറയേണ്ട ആവശ്യമില്ല, കട്ടശോകം എന്ന് പറഞ്ഞാൽ കട്ടശോകം. നിക്കോ ഗോൺസാലസ് ആ ന്യൂക്യാസലിനെതിരെ ഫോം ആയതോടെ ഒരു എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് മിഡ് നമ്മൾ വിചാരിച്ചെങ്കിലും ലാസ്റ്റ് മാനത്തിനൊരു ഗോൾ അടിക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ നിക്കോക്ക് ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഗുണ്ടോനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബെർണാഡോ സിൽവൊക്കെ ആണെങ്കിലും സ്ഥിരം പല്ലവി തന്നെ. ബെർണാഡോ സിൽവ റൈറ്റിലാണ് കളിക്കുന്നത്, ഒരു കാര്യമില്ല. ബെർണാഡോ സിൽവ റൈറ്റിൽ കളിച്ചിട്ട് ഒരു ഇമ്പാക്റ്റും വരാനില്ല, സെൻട്രലിൽ കളിച്ചിട്ട് ഇമ്പാക്റ്റേ വരാനില്ല. പിന്നെ ഹാലൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആൾക്ക് ഫിറ്റ്നസ് ഇഷ്യൂ കാരണം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ മിഡ്ഫീൽഡൊന്നും വെച്ചിട്ട് ഹാലൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. ബോൾ വേണ്ടേ? ഹാലൻഡിന് ബോൾ കിട്ടണം, ബോക്സിൽ കിട്ടണം, എന്നാലാണ് ഹാലൻഡിന് കാര്യമുള്ളൂ. അപ്പം അങ്ങനെ ബോൾ കൊടുക്കാൻ ഈ ടീമിൽ ആരുമില്ല. പിന്നെ ഫോഡനൊക്കെ ഉണ്ട്, ഫോഡനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ദൈവം സഹായിച്ച് ഒരു ഷോട്ട് അടിക്കുന്നു, അതോടെ ഫോഡൻ്റെ കഥ കഴിഞ്ഞു. അപ്പം ഈ മാൻ സിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര കഷ്ടമാണ്. ഇമാതിരി കളിയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ടോപ്പ് 4 ടോപ്പ് 6 കിട്ടുമെന്നുള്ള കാര്യം പോലും ഉറപ്പില്ല. അപ്പം എന്തായാലും അവരുടെ കാര്യം നമ്മൾ കണ്ടറിയണം. അപ്പം പെപ്പിനെതിരെ ക്വസ്റ്റ്യൻ ഉയരുന്നുണ്ട്.
എന്തിന് റൈറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബെർണാഡോ സിൽവനിട്ടു ചോദ്യമാണ്. മർമോഷ് സ്ട്രൈക്ക് മനസ്സിലായില്ല കേട്ടോ, മർമോഷ് എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ആൾ പലപ്പോഴും നമ്മളെ ഹാലൻഡ് പൊസിഷൻ എടുക്കുന്ന പോലെ പൊസിഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം, ഹാലൻഡ് പൊസിഷൻ എടുക്കുന്ന പോലെ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ മർമോഷിന് അവിടെ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റില്ല. ഒരു പക്ക ഫോൾസ് നയനായിട്ട് ആളെ കണ്ടോ? ഇല്ല. എന്തൊക്കെ ചെയ്യുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ മനസ്സിലായാലും എനിക്ക് പറഞ്ഞാൽ. അപ്പം അതാണ് സെറ്റിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. ടോട്ടലി ക്ലൂലെസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്ത, നാണം കെട്ട് നാറി ബർണാബ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയാണ് പെപ്പിനും മാൻ സിറ്റിക്കും വന്നിട്ടുള്ളത്. ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് റയലിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം പ്രധാനമായിട്ടും യൂസിയിൽ നടന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ട മനുഷ്യൻ ആഞ്ചലോട്ടിയാണ്. ആഞ്ചലോട്ടി വെൽ ഡൺ. ആൾ കിടിലനായിട്ട് ടീമിനെ സെറ്റപ്പ് ചെയ്തു. അങ്ങനെ അവർക്ക് 3-0 ഒരു ഡോമിനേറ്റിംഗ് വിക്ടറി നേടാൻ വേണ്ടി കഴിഞ്ഞു. സോ നമ്മൾ വിമർശിക്കുമെങ്കിൽ പോലും ക്രെഡിറ്റ് കൊടുക്കേണ്ട സമയത്ത് ആഞ്ചലോട്ടിക്ക് ക്രെഡിറ്റ് കൊടുക്കുക തന്നെ വേണം. കാരണം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് മാൻ സിറ്റിക്ക് ചാൻസസും പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് മാൻ സിറ്റിക്ക് വേണമെങ്കിൽ റയലിനെ ഔട്ട് ക്ലാസ് ചെയ്യാം എന്നൊക്കെയുള്ള പോസിബിലിറ്റീസ് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ പോലും വെൽ ടാക്റ്റിക്കലി സെറ്റപ്പായിട്ടാണ് റയൽ ഇറങ്ങിയത്. ആൻഡ് കംപ്ലീറ്റ്ലി ഔട്ട് ലെവലിൽ അവർ മാൻ സിറ്റിനെ എന്താ പറയുക ഇല്ലാണ്ടാക്കി കളഞ്ഞു. സോ വെൽ ഡൺ. പിന്നെ PSG മാച്ചിലേക്ക് വരുന്ന സമയത്ത് 7 ഗോളൊക്കെ അവന്മാർ അടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കളിയാട്ടോ അത്. ബ്രസ്റ്റിനായിട്ട് 7 ഗോൾ അടിക്കുന്നൊന്നും വിചാരിച്ചില്ല, പക്ഷേ ജയിക്കും എന്നുള്ളത് വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഫ്രഞ്ച് ടീമാണ് ബ്രസ്റ്റ്, അറിയാം PSG അറിയാം എങ്ങനെ അവരെ തോൽപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ 2 ലെഗിലും കൂടി 10 ഗോളാണ് അവർ ബ്രസ്റ്റിൻ്റെ അണ്ണാക്കിലേക്ക് കയറ്റിയിട്ടുള്ളത്. അങ്ങനെ വളരെ കൂളായിട്ടുള്ള വിക്ടറി. പക്ഷേ അവർ ഭയങ്കര ഡേഞ്ചറസാണ് ശരിക്കും. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടെമ്പലെ പീക്ക് ഫോമിലാണ് നിൽക്കുന്നത്, ഗോൺസാലോ റോമോസ് ഗോൾ അടിക്കുന്നുണ്ട്, അതുപോലെ ബ്രാഡ്ലി ബർക്കോള ഓൺ ഫയറാണ്. അപ്പം എങ്ങനെ നോക്കുകയാണെങ്കിലും അവന്മാർ ഭയങ്കര ഡേഞ്ചറസാണ്. അപ്പോൾ അവരുടെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാബിയാൻ റൂയിസിനെ പോലത്തെ, അതേപോലെ നമ്മുടെ ഒരു പോർച്ചുഗീസ് പ്ലെയർ ഉണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് പേര് കിട്ടില്ല. അപ്പം ആ ചങ്ങായി ഉണ്ട് അവിടെ. അവരുടെ ഡിഫൻസും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അവർക്ക് ഡൊണ്ണറുമനെ പോലത്തെ ഒരു ഗോൾ കീപ്പറുണ്ട്, അത്യാവശ്യം ക്ലച്ച് ആവാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ഗോൾ കീപ്പറാണ്. അപ്പം എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൈഡാണ് ഈ ഒരു എന്താ പറയുക PSG സൈഡ് എന്ന് പറയുന്നതും. അവരുടെ മാനേജറായിട്ട് ആരാണ്? ലൂച്ചോ ഉണ്ട്. സോ ഡേഞ്ചറസ് ആണ്. ലൂയിസ് എൻറിക്കെ ഉള്ളിടത്തോളം കാലം ഏതൊരു ടീമിനെ പേടിക്കണം. അപ്പം സീസണിൻ്റെ തുടക്കത്തിൽ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഫൈനൽ സിറ്റുവേഷൻസിലേക്ക് എത്തുന്ന സമയത്ത് അവർ ഒരുപാട് ബെറ്റർ ആവുന്നുണ്ട് അറ്റാക്കിംഗ് വൈസ്. എസ്പെഷ്യലി ഡെമ്പലിൻ്റെ അടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ട്, ബ്രാഡ്ലി ബർക്കോള ക്രിയേറ്റ് ചെയ്യുന്ന ത്രെറ്റ്, അത് രണ്ടും എന്താ പറയുക വേറെ ലെവലാണ്. ഇവർ രണ്ടാളും ഭയങ്കര ഡയറക്റ്റ് അപ്രോച്ചുള്ള ആളുകളാണ്, ആരും ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്, ഭയങ്കര പേസി ആയിട്ടുള്ള ആളുകളാണ്. സോ ആരും പേടിക്കുന്നൊരു സൈഡായിട്ട് PSG മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ PSG വരാൻ പോകുന്നത് ഒന്നെങ്കിൽ ബാഴ്സക്ക് അല്ലെങ്കിൽ ലിവർപൂളിനാണ്. ലിവർപൂൾ എടുത്തോട്ടെ തൽക്കാലം, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ ലെറ്റ്സ് സീ ആ ഫിക്സ്ചർ എങ്ങനെ വരുന്നു. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ UCL ഇപ്പോൾ ഒന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.